SFIക്ക് പിന്നാലെ ഇപ്പോൾ KSUവും പ്രതിഷേധവുമായി സെനറ്റ് ഹാളിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ പ്രതിഷേധത്തിലേക്ക്, വിദ്യാർത്ഥി പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തായാലും കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ച് പരിപാടി നടത്താൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. എന്തായാലും അതിന് ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ ഗവർണറും അവിടെ എത്തിയിരിക്കുന്നു. എന്തായാലും പരിപാടി നടക്കുന്നതൊക്കെ ഈ ഒരു സംഘർഷ പശ്ചാത്തലത്തിൽ തന്നെയാണ്. വിദ്യാർത്ഥികൾ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം പോലീസും തുടരുകയാണ്. പോലീസുമായി നേരത്തെ തന്നെ തുടങ്ങിയ സംഘർഷം അത് ആദ്യഘട്ടത്തിൽ വാക്കുതർക്കമാണെങ്കിൽ പിന്നീട് അത് സംഘർഷത്തിലേക്ക് നേരിട്ട് ഉന്തും തള്ളിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും പോലീസ് ഒരു സംയമനം പാലിക്കുന്ന സ്ഥിതി തന്നെയാണുള്ളത്. മറ്റൊരു തരത്തിലേക്ക് ആ സംഘർഷം പോകാതിരിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. വിദ്യാർത്ഥികൾ അവിടെ നിന്ന് മാറ്റി വാഹനത്തിലേക്ക് മാറ്റി കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം, കസ്റ്റഡിയിലെടുത്ത് മാറ്റാനുള്ള ഒരു ശ്രമം അവിടെ നിന്ന് ഉണ്ടാകുന്നു. അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം വിദ്യാർത്ഥികളോട് പരമാവധി സംസാരിച്ചുകൊണ്ട് ശ്രമിക്കുന്നു. പക്ഷേ അത് വിദ്യാർത്ഥികൾ അത് കൈക്കൊള്ളുന്നില്ല. കാരണം നേരത്തെ തന്നെ SFIയും അതോടൊപ്പം KSU പ്രവർത്തകരും ഈ പ്രതിഷേധവുമായി എത്തുമ്പോൾ തന്നെ നേതാക്കൾ വ്യക്തമാക്കിയതാണ്, കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ച് സർവകലാശാലയിൽ ഒരു പരിപാടി അത് സംഘടിപ്പിക്കില്ല. ആ പരിപാടിയിൽ ആ ചിത്രം മാറ്റിയല്ലാതെ ആ പരിപാടി നടത്താൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സെനറ്റ് ഹാളിലേക്ക് ഗവർണർ വരികയാണ്. ആ പ്രതിഷേധം ആ റോഡിന് ഇരുവശത്തുമായി പ്രവർത്തകർ തുടരുന്നു. ഗവർണർ സെനറ്റ് ഹാളിലേക്ക് എത്തുന്നു. ബിനിൽ ലീല സാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ബിനിൽ, വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ ഇപ്പോൾ സർവകലാശാല സെനറ്റ് ഹാളിലേക്ക് വരികയാണ്. ഒരു ദിവസം SFI പ്രവർത്തകർ വലിയ പ്രതിഷേധമാണ് ഉള്ളത്. വലിയ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. ഗവർണർ ഇപ്പോൾ അകത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഗവർണർ വെല്ലുവിളിച്ച് 2 കൽപ്പിച്ചാണ് ഗവർണർ ഇവിടേക്ക് വരുന്നത്. വലിയ സംഘർഷാവസ്ഥയുണ്ട്. ഇവിടേക്ക് പങ്കെടുക്കേണ്ടതില്ല എന്നാണ് പോലീസിൽ നിന്നും അറിയിച്ചത്. പക്ഷേ ഇവിടേക്ക് പങ്കെടുക്കുമെന്ന് തന്നെയായിരുന്നു ഗവർണർ നിലപാട്. ആ ദൃശ്യങ്ങൾ കാണാൻ ഗവർണർ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വലിയ പോലീസ് സന്നാഹമുണ്ട്. പ്രവർത്തകരെ വലിയ പോലീസിന് പ്രവർത്തകരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. വലിയ പ്രതിഷേധം അവരുടെ ഭാഗത്തുണ്ട്. സംഘർഷത്തെ നീങ്ങി കഴിഞ്ഞു. സംസ്ഥാന സെക്രട്ടറി SFI സംസ്ഥാന സെക്രട്ടറി P സഞ്ജീവിനെ പോലീസ് ബലമായി മാറ്റാൻ ശ്രമിക്കുകയാണ്. പുറത്തേക്ക് വരാൻ സഞ്ജീവിനെ ഈ ലാത്തി ഉപയോഗിച്ചാണ് അകത്തേക്ക് തള്ളി മാറ്റിയത്. വലിയ പ്രതിഷേധം SFI പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് മുദ്രാവാക്യം വിളിച്ചാണ് അവർ പ്രതിഷേധിക്കുന്നത്. ഗവർണർ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പരിപാടിയിൽ ഈ സെനറ്റ് ഹാളിലെ പരിപാടിയിലേക്ക് പങ്കെടുക്കുന്ന ഗവർണർ പുറത്തേക്ക് വരികയാണ്. അവിടെയും വലിയ പോലീസിന്റെ സന്നാഹമുണ്ട്. ഒരു സംഘർഷം സാധ്യതയിലേക്ക് അത് ഗവർണർ പങ്കെടുക്കുന്ന ഗവർണർ അടുത്തേക്ക് ഈ പ്രവർത്തകർക്ക് എത്താതിരിക്കാനുള്ള വലിയ പോലീസ് സന്നാഹമുണ്ട്. എന്തായാലും ഈ പ്രധാന ഗേറ്റിന്റെ ഭാഗത്താണ് ഈ പ്രവർത്തകരെ പോലീസ് പറഞ്ഞത്. ഇപ്പോൾ ഗവർണർ അകത്തേക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സെനറ്റ് ഹാളിനുള്ളിലേക്ക് വരികയാണ്. അവിടെയും വലിയ പോലീസ് സന്നാഹമുണ്ട്. നേരത്തെ തന്നെ പോലീസ് SFI പ്രവർത്തകരുമായി സംസാരിച്ചിരുന്നു ഈ പ്രതിഷേധം ഉണ്ടാക്കരുത്. അതുകൊണ്ട് തന്നെ പങ്കെടുക്കുന്ന ആഴ്ച പിന്നാലെ തന്നെ ഈ പ്രവർത്തകരെ ബലമായി ഇവിടെ നിന്നും മാറ്റാൻ പോലീസ് ശ്രമിച്ചിരുന്നു. പക്ഷേ അത് SFI നേതാക്കൾ ഇടപെട്ട് അതിനെ എതിർക്കുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇവിടേക്ക് കൂടുതൽ പോലീസ് ഇവിടേക്ക് എത്തുകയും ഗവർണർ പങ്കെടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തത്. ഇപ്പോൾ ഈ സെനറ്റ് ഹാളിന്റെ പല ഭാഗങ്ങളിലായി പ്രതിഷേധം നടക്കുന്നുണ്ട്. ഓരോ ഭാഗത്തു നിന്നായി SFI പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന പ്രധാന കവാടത്തിന്റെ അവിടെ പ്രതിഷേധിച്ചു. അതിനിപ്പുറേ ഈ സെനറ്റ് ഹാളിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഇവരെ എല്ലാവരെയും ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത്. പ്രത്യേകിച്ച് ഈ സെനറ്റ് ഹാളിനകത്ത് ഗവർണർ പങ്കെടുക്കുമ്പോൾ ആ സംഘർഷാവസ്ഥയിൽ പോകരുത് എന്നാണ് പോലീസിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് നിയോഗിക്കുകയും ചെയ്തത്. DCP ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയാണ് SFI പ്രവർത്തകരുമായി പിന്നീട് ആദ്യം വലിയ പ്രതിഷേധം തീർക്കുന്നതിനിടെയാണ് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ സെനറ്റ് ഹാളിൽ പരിപാടി തുടങ്ങിയിരിക്കുന്നു. കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രത്തിന് മുന്നിൽ തന്നെ പരിപാടി നടത്തുമെന്ന് പ്രഖ്യാപിച്ച ഗവർണർ അവിടെ എത്തി. എന്തായാലും വലിയ പ്രതിഷേധത്തിന് നടുവിൽ, വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിനിടയിലൂടെയാണ് ഗവർണർ സെനറ്റ് ഹാളിലേക്ക് എത്തിയത്. നിലവിൽ ചിത്രം മാറ്റുന്നത് സംബന്ധിച്ചൊന്നും തീരുമാനം ഉണ്ടായില്ല. ആ ചിത്രം വെച്ച് തന്നെയാണ് ഗവർണർ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. നേരത്തെ രജിസ്ട്രാർ ചിത്രം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സംഘാടകർ അതിന് തയ്യാറായില്ല. ചിത്രം വെച്ച് തന്നെ പരിപാടി നടത്തണമെന്ന് ഗവർണറുടെ നിലപാട് അത് അംഗീകരിച്ചു. വീണ്ടും വലിയ സുരക്ഷ അവിടെ സെനറ്റ് ഹാളിൽ ഒരുക്കി. വിദ്യാർത്ഥികളെല്ലാം തന്നെ, പ്രതിഷേധവുമായി വന്ന വിദ്യാർത്ഥികളെല്ലാം തന്നെ പോലീസിന് തടയാനായി. സെനറ്റ് ഹാളിന് ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ അതിനു മുന്നിൽ വെച്ച് തടയുകയും ചെയ്തു. BJP പ്രവർത്തകരും അവിടെ KSU പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയപ്പോൾ തടയാനുണ്ടായിരുന്നു. ചില KSU പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു. പിന്നീട് അവിടെ KSU BJP സംഘർഷമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് പോലീസ് നീക്കി.
പുറത്ത് SFI പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. പോലീസിനും പലർക്കും മർദ്ദനമേറ്റു. പക്ഷേ SFI പ്രവർത്തകർ ഇപ്പോഴും അവിടെ തുടരുകയാണ്. SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പല ഭാഗങ്ങളിലായി പ്രതിഷേധം തുടരുകയാണ്. പക്ഷേ ഗവർണറെ തടയാൻ ഈ വിദ്യാർത്ഥി സംഘത്തിന് ആർക്കുമായില്ല. പല തരത്തിൽ ആ സെനറ്റ് ഹാളിന് പുറത്ത് എല്ലായിടത്തും വിദ്യാർത്ഥികൾ തമ്പടിച്ചിരുന്നെങ്കിലും ഗവർണർ അവർക്കിടയിലൂടെ തന്നെ സെനറ്റ് ഹാളിന് ഉള്ളിലേക്ക് എത്തി. ഇപ്പോൾ പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. ഭാരതമാതാവിന്റെ തൃപ്പാദങ്ങളിൽ ചങ്ങലം കെട്ടിട്ട് ബന്ധിച്ച് കുടുംബാധിപത്യം നടത്തിയ ആ ഇരുണ്ട കാലഘട്ടം, അടിയന്തരാവസ്ഥക്കെതിരെ തെരുവിലിറങ്ങിയ ആദർശ ധീരന്മാരെ സ്മരിച്ചുകൊണ്ട് ഈ ചടങ്ങിന് ഔപചാരികമായ തുടക്കം കുറിക്കാൻ വേണ്ടി, ദീപം തെളിയിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ അഭിമാനമായ അടിയന്തരാവസ്ഥയുടെ 50 ആണ്ടുകൾ എന്ന പരിപാടിക്ക് ദീപം തെളിയിച്ചുകൊണ്ട് പരിപാടിക്ക് തുടക്കമിടുകയാണ് ഗവർണർ. പുറത്ത് SFIയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ തുടരുന്നു. ബിനിൽ ലീല സാബു ചേരുകയാണ്. ബിനിൽ, എന്തായാലും SFI പ്രവർത്തകർക്കിടയിലും KSU പ്രവർത്തകരും വലിയ പ്രതിഷേധം അവിടെ ഉയർത്തി. പക്ഷേ വിദ്യാർത്ഥികൾക്കിടയിലൂടെ ഗവർണർ എന്തായാലും പരിപാടിയിലേക്ക് എത്തി. ഇപ്പോൾ പരിപാടി തുടങ്ങുകയാണ്. പുറത്തുള്ള സാഹചര്യം എന്താണ്? പോലീസുമായുള്ള സംഘർഷം കൂടുകയാണ്. ഈ പരിപാടി അനുവദിക്കില്ല എന്ന് തന്നെയാണ്. കാരണം ഇത് സർവകലാശാലയുടെ സെനറ്റ് ഹാളാണ്. ഇവിടെ നൽകിയ നോട്ടീസിൽ തന്നെ കൃത്യമായി തന്നെ മതപരമായ ഒരു ചിഹ്നവും പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സെനറ്റ് യോഗം ചേർന്ന് ഈ പരിപാടി ഈ രീതിയിൽ നടത്താൻ കഴിയില്ല എന്ന് അറിയിച്ചതുമാണ്. അതിനുശേഷവും ഈ പരിപാടി തുടരുകയാണ്. അത് നിയമവിരുദ്ധമാണ്, അത് നടത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് SFIയുടെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നും ഇപ്പോഴും ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ ബലം പ്രയോഗിച്ച് SFI പ്രവർത്തകരെ ഇവിടെ നിന്നും മാറ്റാൻ ശ്രമിക്കുകയാണ്. ഇവർ പറയുന്നത് ഇവിടെ തന്നെ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് കയറ്റുന്നുണ്ട്. അവർ വലിയ രീതിയിൽ പ്രതിരോധിക്കുന്നുണ്ട്. അറസ്റ്റിന് വഴങ്ങില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. മറുവശത്ത് പുരുഷ പോലീസ് ഈ മറ്റ് പ്രവർത്തകരെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ബലം പ്രയോഗിച്ച് മാറ്റാനുള്ള നീക്കം നടത്തുകയാണ്. എങ്കിലും കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് വരുന്നുണ്ട്. ഈ സെനറ്റ് ഹാളിന്റെ പല ഭാഗത്തും ഈ പ്രതിഷേധമുണ്ട്. ഒന്നിലധികം സ്ഥലങ്ങളിലാണ് ഈ പ്രതിഷേധമുള്ളത്. ഈ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് വിന്യസിക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പോലീസ് ഈ വനിതാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കൊണ്ടുപോവുകയാണ്. അത് തടയാൻ ചില പ്രവർത്തകർ ശ്രമിച്ചു. പക്ഷേ പോലീസ് അവരെ തടയുകയാണ്. നിലവിലെന്തായാലും വലിയ സംഘർഷ സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നുണ്ട്. പോലീസ് എന്തായാലും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് വിന്യസിക്കുകയും ചെയ്തു. എന്തായാലും അകത്ത് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഈ സർവകലാശാല സെനറ്റ് ഹാളിന്റെ ചുറ്റും വലിയ പോലീസ് സന്നാഹമാണ് ഉള്ളത്. മറ്റ് കൂടുതൽ പ്രവർത്തകർ അകത്തേക്ക് കയറാതിരിക്കാൻ, SFIയുടെ പ്രവർത്തകർ അകത്തേക്ക് കയറാതിരിക്കാനുള്ള അല്ലെങ്കിൽ പ്രതിഷേധിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പോലീസിന്റെ ഈ ശ്രമം ഉള്ളത്. എന്തായാലും SFI പ്രവർത്തകർ ഈ സെനറ്റ് ഹാളിന്റെ പരിസരത്ത് തുടരുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് വലിയ പ്രതിഷേധമുണ്ട്. എന്തായാലും പോലീസ് സന്നാഹം ഈ ആളുകളെ, പോലീസിന്റെ വലിയ ബസ്സൊക്കെ ഇവിടേക്ക് നേരത്തെ ഈ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. അതിലേക്കാണ് ഈ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് കയറ്റാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ SFIയുടെ ജില്ലാ നേതൃത്വവും സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. നേരത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം ആദ്യം അവർ പ്രതിരോധിച്ചു. പിന്നീട് വലിയ പ്രതിഷേധം അവരുടെ ഭാഗത്തുണ്ടായി. നേരത്തെ ആദ്യം സെനറ്റ് ഹാളിന്റെ തൊട്ട് മുന്നിലാണ്, അവിടേക്കുള്ള പ്രവേശന കവാടത്തിനടുത്താണ് പ്രതിഷേധം ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് പ്രധാന കവാടത്തിലേക്ക് നീങ്ങി. അവിടെ ഗവർണർ വരുന്ന പ്രധാന കവാടത്തിന്റെ ഗേറ്റ് അടയ്ക്കാനുള്ള ശ്രമമായിരുന്നു SFI പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായത്. പക്ഷേ വലിയ പോലീസ് സന്നാഹം അവിടെയും ഉണ്ടായിരുന്നു. എന്തായാലും ഗവർണർ ഈ പരിപാടിയിലേക്ക് നേരത്തെ ഇവിടേക്ക് ഒരു സംഘർഷ സാധ്യത ഉള്ളതിനാൽ പരിപാടി ഇതൊരു ഔദ്യോഗിക പരിപാടിയല്ല, ഇതൊരു സ്വകാര്യ പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഒഴിവാക്കാൻ കഴിയുമോ എന്നുള്ള തരത്തിലുള്ള ഒരു റിക്വസ്റ്റ് പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്നു. കാരണം സംഘർഷ സാധ്യത ഇവിടെ ഉണ്ട്. പക്ഷേ രണ്ടും കൽപ്പിച്ച് ഈ ഭാരതാംബേദ്കർ ചിത്രമുണ്ടെങ്കിൽ പരിപാടി പങ്കെടുക്കുമെന്നാണ് രാജ്ഭവൻ അറിയിച്ചത്. അതിനുശേഷം ഗവർണർ രണ്ടും കൽപ്പിച്ച് ഇവിടേക്ക് വരികയായിരുന്നു. അത്
ഗേറ്റ് അടച്ച് പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് SFI പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ അത് പോലീസ് തടയുകയും ചെയ്തു. എന്തായാലും പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന സംഘർഷ സാധ്യത ഇപ്പോൾ ചെറുതായി ഒരു അയവ് അതിന് വന്നിട്ടുണ്ട്. ഗേറ്റിന് പുറത്തേക്ക് പ്രവർത്തകരെ മാറ്റിയിട്ടുണ്ട്. അകത്ത് ചില പ്രവർത്തകരുണ്ട്. പക്ഷേ അവർ അകത്തുള്ള, അതായത് ഈ കോമ്പൗണ്ടിനുള്ളിലുള്ള പ്രവർത്തകർ അകത്തേക്ക് സെനറ്റ് ഹാളിനുള്ളിലേക്ക് കയറാതിരിക്കാൻ പോലീസ് ചുറ്റും പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പ്രധാന ഗേറ്റിന് മുന്നിൽ വലിയ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. യുജീഷൻ, ബിനിൽ, ആരിഫ് മുഹമ്മദ് ഖാൻ തുടക്കമിട്ട ഒരു സംഘർഷ സാഹചര്യമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പിന്നീട് വന്ന അർലേക്കറും അത് തന്നെ ഏറ്റെടുക്കുകയാണ്. വിദ്യാർത്ഥികളുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം ഒരു പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ അത്തരത്തിലൊരു സാഹചര്യം ഒരുക്കാൻ അത് മനഃപൂർവ്വം തന്നെ ഗവർണർ കരുതിക്കൂട്ടി പറയുകയാണ്. കാരണം ഭാരതാംബയുടെ ചിത്രമില്ലാത്ത ഒരു പരിപാടി ഇന്ന് പങ്കെടുക്കേണ്ടെന്ന് ഗവർണർ തീരുമാനിച്ചതും നേരിട്ട് തന്നെ ഈ വിഷയം കാണട്ടെ എന്ന് കരുതിക്കൂട്ടി തന്നെയാകും, അല്ലേ? മനസ്സിലാക്കാൻ കാരണം തുടക്കത്തിൽ തന്നെ വി ശിവൻകുട്ടി ബഹിഷ്കരിച്ച പരിപാടി നമുക്കറിയാം. അവിടെ വലിയ പ്രതിഷേധം, പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായെന്ന അടക്കമുള്ള കാര്യങ്ങളാണ് രാജ്ഭവൻ അന്ന് ചൂണ്ടിക്കാട്ടിയത്. അതിനുശേഷം ഈ ഗവർണർക്ക് പിന്തുണയുമായി BJP പ്രവർത്തകർ പലയിടങ്ങളിലും ഭാരതാംബയുടെ ചിത്രം വെച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു. എന്തായാലും അതിനുശേഷവും ഈ രാജ്ഭവനിൽ ഭാരതാംബയുടെ ആ ചിത്രം വരികയും ചെയ്തു. ആദ്യം P പ്രസാദാണ് ഇത്തരത്തിൽ ഒരു നിലപാടെടുത്തത്. പിന്നീട് വി ശിവൻകുട്ടി അതിൽ നിലപാടെടുത്തു. തുടർന്നാണ് ഭാരതാംബ വിവാദം വലിയ വിവാദമായി മാറിയത്. ഇന്ന് പിന്മാറിയാൽ അത് തനിക്കൊരു ക്ഷീണമാകുമെന്ന് ഗവർണർ കരുതിയിട്ടുണ്ട്. യുജീഷ് പറഞ്ഞത് തന്നെയാണ്, അങ്ങനെ കരുതിയിട്ടാണ്. SFIയുടെ പ്രതിഷേധം ഭയന്ന്, അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിഷേധം ഭയന്ന് പിന്മാറി എന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അത് കരുതിയിട്ടാവണം ഇവിടെ പങ്കെടുക്കുമെന്ന് തന്നെ കൃത്യമായി ഗവർണർ തീരുമാനിച്ചതും ഇവിടേക്ക് വരികയും ചെയ്തത്. എന്തായാലും തുടക്കത്തിൽ തന്നെ വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് സെനറ്റ് ഹാളാണ്, സർവകലാശാലയുടെ സെനറ്റ് ഹാളാണ്. സർവകലാശാലയുടെ ഉള്ളിലാണ് ഈ സെനറ്റ് ഹാൾ ഉള്ളത്. ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ആ നോട്ടീസ് നമുക്ക് കാണാം. നോട്ടീസിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഈ വിദ്യാഭ്യാസത്തിന്റെ അന്തസ്സത്തെ ഹനിക്കുന്ന വിധത്തിൽ ഒരു പരിപാടി നടത്താൻ പാടില്ല, മാത്രമല്ല മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കൃത്യമായി തന്നെ അതിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഈ ഭാരതാംബയുടെ ചിത്രം വെച്ച്, അതായത് ഈ നിലവിൽ വലിയ പ്രശ്നത്തിലേക്കും വിവാദത്തിലേക്കും ഒക്കെ പോയ ഭാരതാംബയുടെ ചിത്രം വെച്ച് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ആ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അവിടേക്ക് വരുന്നത് BJP പ്രവർത്തകരാണ്, യുവമോർച്ചയാണ്, ABVP ആണ്. അങ്ങനെ ആ പ്രവർത്തകർ വരുന്നു. അവിടെ ഉള്ളിലൊരു പ്രതിഷേധം ഉണ്ടാവുന്നു. അത് KSUവിന്റെ പ്രതിഷേധമാണ് ഉള്ളിൽ ഉണ്ടായത്. പക്ഷെ അവിടെ BJP പ്രവർത്തകർ അവിടെ പ്രതിഷേധിച്ച് ഈ KSU പ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ്, ആ ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിന് പുറത്ത് SFIയുടെ പ്രതിഷേധം. ആദ്യം ഈ BJP പ്രവർത്തകർ ഒരു ഭാഗത്തും മറുവശത്ത് SFIയുമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഈ പരിപാടി തുടങ്ങാറായപ്പോൾ ഗവർണർ വരാനാകുന്ന ആ സമയത്ത് BJP പ്രവർത്തകർ ഈ ഹാളിനുള്ളിലേക്ക് കടന്നു. ഈ പരിപാടി പങ്കെടുക്കാൻ വന്നതാണ്. ആ പ്രതിഷേധ സാഹചര്യം കണ്ടാണ് അവർ പുറത്തുന്നത്. അതിനുശേഷമാണ് ഇവർ അകത്തേക്ക് കയറി പോകുന്നത്. പിന്നീട് KSU മുദ്രാവാക്യം വിളിക്കുമ്പോൾ അവരെ മർദ്ദിക്കുകയും ചെയ്തത്. പിന്നീട് ഗവർണർ ഇവിടേക്ക് P സഞ്ജീവുമായി, SFI സംസ്ഥാന സെക്രട്ടറിയുമായി നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഗവർണർ പിന്മാറി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്നാണ് ഈ P സഞ്ജീവ് പറഞ്ഞത്. പക്ഷെ അതിനുശേഷമാണ് ഇവിടേക്ക് സംഘർഷ സാധ്യത ഉണ്ടെങ്കിലും ഭാരതാംബയുടെ ചിത്രം വെച്ച പരിപാടിയിൽ താൻ പങ്കെടുക്കുമെന്ന നിലപാടെടുത്ത് ഇവിടേക്ക് ഈ ഹാളിലേക്ക് ഗവർണർ എത്തിയത്. ഗവർണർ വരുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം, ഈ പ്രധാന കവാടത്തിന്റെ അവിടെ SFI പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ ഉന്തും തള്ളുമുണ്ട് ഈ പ്രവർത്തകരെ. കാരണം സെനറ്റ് ഹാളിനുള്ളിൽ ഇപ്പോൾ ഗവർണറുണ്ട്. ഒരു സംഘർഷം ഒഴിവാക്കേണ്ടതുണ്ട്. പ്രവർത്തകർ അകത്തേക്ക് പോകുന്നത് പോലീസിനെ തടയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ ബലം പ്രയോഗിച്ച് ഇവിടെ നിന്നും മാറ്റാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും അറസ്റ്റിന് വഴങ്ങില്ല എന്ന് തന്നെയാണ് SFI പ്രവർത്തകർ പറയുന്നത്. കാരണം ഇത് നിയമവിരുദ്ധമായി നടക്കുന്ന ഒരു പരിപാടിയാണ്. കാരണം സർവകലാശാല സെനറ്റ് യോഗം ചേർന്ന ഈ പരിപാടി ഈ രീതിയിൽ നടത്താൻ കഴിയില്ല എന്ന് അറിയിച്ചതാണ്. അതിനുശേഷമാണ് വീണ്ടും ഇത്തരം ഒരു പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്. അത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ പരിപാടി നടത്താൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് SFIയുടെ നിലപാട്. നേരത്തെ തുടക്കത്തിൽ ഷിജു ഖാൻ ഈ സെനറ്റ് അംഗം തന്നെ നേരിട്ട് സംസാരിച്ചതാണ്. ഇങ്ങനെ അവിടെ ഭരണഘടനയല്ലാതെ മറ്റൊരു സിമ്പൽ, ഒരു ചിഹ്നം വെച്ച് ഒരു പരിപാടി നടത്തുന്നത് അതിനോട് യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ പരിപാടി നിയമവിരുദ്ധമാണ്, ഇത് അവസാനിപ്പിക്കണമെന്ന് ഷിജു ഖാൻ പറയുകയും ചെയ്തു. പക്ഷെ പിന്നീട് ഈ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ ഈ സർവകലാശാല രജിസ്ട്രാർ തന്നെ ഈ പരിപാടിയുടെ സംഘാടകരുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യം, ഇത്തരത്തിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് ഈ പരിപാടി നടത്താൻ കഴിയില്ല എന്നാണ് അവരെ അറിയിച്ചത്. പക്ഷേ അവർ പറയുന്നത് പണമടച്ചാണ് ഈ സെനറ്റ് ഹാൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ പരിപാടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും
പോകും എന്ന് തന്നെയാണ് ഈ സംഘാടകർ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ പറഞ്ഞപ്പോൾ മറുപടിയായി പറയുകയും ചെയ്ത് അവർ ഈ പരിപാടിയെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. പിന്നാലെയാണ് ഗവർണർ ഇവിടേക്ക് വരാൻ തീരുമാനിച്ചതും വീണ്ടും ഇവിടേക്ക് എത്തിയതും. ഗവർണർ വരുമ്പോൾ തന്നെ ഒരു ഭാഗത്ത്, അതായത് ഈ പ്രധാന കവാടത്തിന് 2 ഗേറ്റുകളുണ്ട്. അതിന്റെ ആദ്യ ഗേറ്റിലൂടെ, അതായത് ഇടതുവശത്തെ ഗേറ്റിലൂടെയാണ് ഗവർണർ വാഹനം അകത്തേക്ക് വന്നത്. അതിന് ഇപ്പുറത്ത് വലതുവശത്തെ ഗേറ്റിൽ പ്രവർത്തകർ വലിയ പ്രതിഷേധം, മുദ്രാവാക്യം വിളിച്ച് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷേ വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. പ്രതിഷേധ സാധ്യത പോലീസ് മുൻകൂട്ടി കാണുകയും പിന്നീട് പ്രവർത്തകർ ഇവിടേക്ക് എത്തിയപ്പോൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്തു. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടേക്ക് വരികയും ചെയ്തു. അങ്ങനെയാണ് ഈ പ്രവർത്തകരെ ഒരു വലിയ പോലീസിന്റെ ഈ പ്രവർത്തകർക്ക് ചുറ്റും പോലീസ് നിരന്നു നിന്നാണ് ഈ പ്രവർത്തകരെ പ്രതിരോധിച്ചത്. ഗവർണർ അകത്തേക്ക് പോയ ശേഷമാണ് ഈ സെനറ്റ് ഹാളിന്റെ മുന്നിലേക്കെങ്കിലും ഈ പ്രവർത്തകർക്ക് എത്താൻ സാധിച്ചത്. എന്തായാലും അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴും ഉള്ളത്. പക്ഷേ അറസ്റ്റുമായി സഹകരിക്കില്ല, ആ രീതിയിൽ മുന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് SFIയുടെ നിലപാട്. ഈ പരിപാടി അവസാനിപ്പിക്കണം, ഈ പരിപാടി ഈ രീതിയിൽ നടത്താൻ കഴിയില്ല, ഇത് നിയമവിരുദ്ധമാണ്, സർവകലാശാലയാണ്, സർവകലാശാലയുടെ സെനറ്റ് ഹാളാണ്. ആ സെനറ്റ് ഹാളിനുള്ളിൽ ഈ പരിപാടി നടത്തുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഒരു മതപരമായ ചിഹ്നങ്ങളും അതിൽ പാടില്ല, ഈ ചെയ്യുന്നത് നിയമവിരുദ്ധമായ കാര്യമാണ്, അതുകൊണ്ട് പ്രതിഷേധിക്കും എന്ന് തന്നെയാണ് SFIയുടെ നിലപാട്. SFI ആ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. അറസ്റ്റിന് വഴങ്ങിയിട്ടില്ല. നേരത്തെ പോലീസ് ഈ ഗവർണറാണ് പങ്കെടുക്കുന്നത്. ഗവർണർ പങ്കെടുക്കുമ്പോൾ ചില സുരക്ഷാ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് പ്രതിഷേധവുമായി മുന്നോട്ട് പോകരുത് എന്ന് ആവർത്തിച്ച് SFI പ്രവർത്തകർ പറഞ്ഞു. പക്ഷേ ആ രീതിയിൽ SFI അതിന് വഴങ്ങിയില്ല. കാരണം ഇത് നിയമവിരുദ്ധമായ പരിപാടിയാണ്. അല്ലെങ്കിൽ ഭരണഘടന വെക്കേണ്ട സ്ഥലത്ത് ഭാരതാംബ ചിത്രം വെച്ചാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ആ പരിപാടി എന്ത് സ്വകാര്യ പരിപാടിയാണെങ്കിലും അതിന് ഈ സെനറ്റ് ഹാളിൽ ഈ പരിപാടി നടത്തുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുക തന്നെ വേണം. അതുകൊണ്ട് തന്നെയാണ്, അത് പാലിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ തന്നെ സെനറ്റ് യോഗം ചേർന്ന് ഈ പരിപാടി നടത്താൻ കഴിയില്ല എന്ന് ഇവരെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ സംഘാടകർ അപ്പോഴും പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, പണമടച്ചാണ് ഈ പരിപാടി നടത്തുന്ന വാദമാണ്. ആ വാദഗതിയാണ് അവർ മുന്നോട്ട് വെച്ചത്. എന്തായാലും വലിയ വിവാദമായി പോലീസും വലിയ പ്രതിസന്ധിയിലാണ്. കാരണം ഗവർണറാണ് പരിപാടിക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് ഗവർണർ കേന്ദ്രസേനയൊന്നും വിളിക്കേണ്ട സാഹചര്യം നിലവിലില്ല. ഇപ്പോൾ പോലീസിൽ വിശ്വാസമാണ് എന്നൊക്കെ അറിയിച്ചതിന് ശേഷമുള്ള ഒരു പരിപാടിയാണ്. എന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടായാൽ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോയാൽ അത് പോലീസിനും വലിയ ക്ഷീണമാകും. നേരത്തെ നമുക്കറിയാം, രുജീഷ് ആദ്യം ചോദിച്ച ചോദ്യം അത് തന്നെയാണ്. ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെടുത്തി രുജീഷ് ആ ചോദ്യം ആവർത്തിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ രീതിയിലേക്ക് തന്നെ പോവുകയാണെന്ന് ചോദിച്ചാൽ ആ രീതിയിലേക്ക് പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നേരത്തെ ഉണ്ടായിരുന്ന ഗവർണർ, ആ ഗവർണർ ഉണ്ടായിരുന്ന സമയത്ത് ആ രീതിയിൽ, അതായത് അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ഈ കരിങ്കൊടി പ്രതിഷേധം അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, SFI നടത്തിയിരുന്നു. ആ ഘട്ടത്തിലൊക്കെ റോഡിൽ ഇറങ്ങിയിരുന്നു, പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ റോഡിൽ ഇറങ്ങിയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതിഷേധിക്കുന്നതും അമിത്ഷായെ വിളിക്കാൻ പറയുന്നതും ഒക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ ആ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും അത്ര നാടകീയമായ രംഗങ്ങളൊന്നും ഇവിടെ ഇതുവരെ ആർലേക്കറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അദ്ദേഹം ഈ പരിപാടിയിലേക്ക് 2 കൽപ്പിച്ച് താൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിക്കുകയും ഇവിടേക്ക് വരികയും ചെയ്തു. എന്തായാലും അത് പോലീസിനെ വലിയ പ്രതിസന്ധിയിലാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായാൽ അത് പോലീസിനെ കാര്യമായി തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ സുരക്ഷാ വീഴ്ച ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ഇടപെടലാണ്, ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ടാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വരികയും